പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്ത വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെല്ലാവരെയും കാത്തുകൊള്ളട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു ആമേൻ പറയുന്നത് നല്ലതാണ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഈ നല്ല ദിവസം, ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടാൻ കർത്താവ് അനുഗ്രഹിച്ചു. ബഹുമാനപ്പെട്ട സേവരക്ക വട്ടാലിച്ചൻ്റെ വലിയ കൂട്ടായ്മ, സ്നേഹം, പ്രാർത്ഥന ഇതെല്ലാം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ അഭിഷേകാന്ത ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ കർത്താവ് ഒരുപാട് കുടുംബങ്ങളെ ബ്ലസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറയുകയും അല്ലെങ്കിൽ എഴുതി അയക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ അനുഗ്രഹപ്രദമാണ്. അട്ടപ്പാടിയിൽ വന്നാൽ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് അവസരമുണ്ട്. കുറവിലങ്ങാട് വന്നാൽ സാക്ഷ്യപ്പെടുത്താനായിട്ട് അവസരമുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശോ എന്ന നാമത്തെ, യേശു എന്ന നാമത്തെ ഉയർത്തണം, അത് പ്രഖ്യാപിക്കണം, അത് വിശ്വസിക്കണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. റോമ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുകൊണ്ട് യേശു എന്ന നാമത്തെ അധരം കൊണ്ട് ഏറ്റുപറയണം. എന്ന് മാത്രമല്ല, ഈശോ ഉദ്ധാനം ചെയ്ത കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് പ്രഖ്യാപിക്കുമ്പോൾ വലിയ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. നമുക്ക് വേഗം എഴുന്നേറ്റ് നിൽക്കാം. വേഗം കുട്ടികളും യുവാക്കളും മാതാക്കന്മാരും സഹോദരങ്ങളും എല്ലാവരും ചേർന്ന് വലിയൊരു കൂട്ടായ്മയാണ്. ലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയാണിത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കുറേ സമയം കർത്താവേ, അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് ഏക ദൈവമാണ്, അവിടുന്ന് രക്ഷകനാണ്, അവിടുന്നാണ് ഏക ദൈവം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ, കർത്താവേ, റോമ 10:9 ആ വചനത്തിൽ ഞങ്ങൾ ശരണപ്പെടുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീ രക്ഷ പ്രാപിക്കുമെന്നുള്ള വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ കിടക്കുന്ന ഒരുപാട് മേഖലകൾ, പാപത്തിന്റെ മേഖലകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. തരക്ക ദോഷങ്ങളുടെ മേഖലകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. തടസ്സങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മഹാമാരികളിൽ നിന്ന് അപകടം ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമേ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഞങ്ങൾ ഏറ്റു പറയുന്നു. ദൈവമേ, അവിടുന്ന് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന കർത്താവേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശു കർത്താവാണെന്ന്
ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ ഈശോയേ രക്ഷകാ, കർത്താവേ, നാഥനേ. യേശുവേ യേശുവേ രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ. ഓ കർത്താവേ, ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിന് 10-ാമത്തെ തിരുവചനം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആധിപത്യം എന്നേക്ക് യേശുവിനാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നാളുകളായി ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾ, ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന തിന്മയുടെ ബന്ധനങ്ങൾ, ആദ്യത്തെ ഉറപ്പിച്ചിരിക്കുന്ന പല തരത്തിലുള്ള കെട്ടുകൾ, നാളുകളായി അഴിയാത്ത പ്രശ്നങ്ങൾ, കർത്താവേ, ഫിലിപ്പി 2:10 വചനപ്രകാരം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് വിടുതൽ പ്രാപിക്കട്ടെ, കൃപ പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ. അധിപതിയാണെന്ന്, നീ ഉടയവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവേ, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്ന്, നീ ഉടയവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്ക് ആരാധന. ഉള്ളൊരുകെ പ്രാർത്ഥിക്കുന്ന ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേയ്ക്ക് ആരാധന. യേശുവേ, യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കരങ്ങൾ ഉയർത്തി യേശുവേ, യേശുവേ രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ യേശുവേ രക്ഷകാ, രക്ഷകാ, പൊന്നു കർത്താവേ, കർത്താവേ, നാഥനേ. നീ സൃഷ്ടാവാണെന്ന്, നീ പാലകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവേ, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്ന്, നീ പാലകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി യേശുവേ, യേശുവേ രക്ഷകാ, രക്ഷകാ, കർത്താവേ, കർത്താവേ, നാഥനേ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ യേശുവേ രക്ഷകാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, യേശു എന്ന നാമം വിളിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ആശീർവദിക്കുന്ന കർത്താവേ, രക്ഷക എന്ന നാമം വിളിക്കുന്ന ഓരോ കുടുംബത്തിന്റെ രക്ഷയായിട്ട് അവിടുന്ന് വരണമേ. കർത്താവ് എന്ന നാമം വിളിക്കുന്ന ഓരോ കുടുംബങ്ങളെ അവിടെ ഇടപെടണമേ. രോഗപീഠകൾ യേശു നാമത്തിൽ ശാസിക്കുന്നു, ബന്ധനങ്ങൾ യേശു നാമത്തിൽ അടിച്ച് പിടിപ്പിക്കുന്നു, തടസ്സങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ, പൈശാചിക തിന്മകൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. ഓ കർത്താവേ, ഈ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന, വ്യക്തികളെ ശല്യം ചെയ്യുന്ന ദുരാത്മ സേനകളെ, നാരക സേനകളെ, പൈശാചിക ആധിപത്യങ്ങളെ, തിന്മയുടെ ബന്ധങ്ങളെ യേശു നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞ് ഇപ്പോൾ നിത്യാന്ത്യം നിബന്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വലിയ സന്തോഷത്തോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം.
ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുറവുകളെ കുറിച്ച് നിരാശപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഉച്ചത്തിൽ പറയാവോ ഹല്ലേലൂയ. Hallelujah. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ പല ഗ്രൂപ്പുകളിൽ സംസാരിക്കുമ്പോൾ അല്ലെ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, കഴിവുകൾ ഉള്ളവരെയാണോ കുറവുകൾ ഉള്ളവരെയാണോ ദൈവം എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവവിളി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളെ ദൈവം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാടി പറയുന്ന മറുപടി ഒരു സംശയമില്ലാതെ പറയാണ്, ഉറപ്പായിട്ടും കുറവുകളെ ഉള്ളവരെയാണ് ദൈവം വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതിന് പല തെളിവുകൾ ബൈബിളിൽ നിന്ന് പലരും കൃത്യമായിട്ട് പറയും. ഉദാഹരണം പറയാം. യേശയ്യ പ്രവചനത്തിൽ യേശയ്യയെ വിളിച്ചപ്പോൾ കർത്താവിനോട് യേശയ്യ പറഞ്ഞു, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അവരുടെ മധ്യ വസിക്കുന്നവനുമാണ്. അല്ലേ? അല്ലെങ്കിൽ അടുത്ത ഉദാഹരണം, പാഠം 1 പാഠം 2 എന്ന് വെച്ചോ, അടുത്ത പാഠം 2 അടുത്ത ഉദാഹരണം. ജെറമിയായെ കർത്താവ് വിളിച്ചപ്പോൾ ജെറമിയ പറഞ്ഞു, ഞാൻ കേവലം ബാലനാണ്, എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല. അത് ചെറുപ്പകാലത്തെ പാഠം 1 by 1 പഠിക്കുന്നല്ലോ. പാഠം 3 അടുത്ത ഉദാഹരണം. ദാവീദിനെ വിളിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, ഗോത്രങ്ങൾ ഏറ്റവും ചെറുതാണ് എൻ്റേത്. അടുത്ത ഉദാഹരണം. ഗിദയോനെ വിളിച്ചപ്പോൾ ഗിദയോൻ പറഞ്ഞു, ഞാൻ പിന്നെ പേടിയുള്ള ആളാണ് അല്ലെങ്കിൽ ഭയമുള്ള ആളാണ്. അങ്ങനത്തെ ഒരു എക്സ്പ്രഷനാണ് ഗിദയോന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഏലീഷായെ വിളിക്കുമ്പോൾ ഏലീഷ 12 കാളകളെ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ 12ാമത്തെ നിരയിലാണ്. പത്രോസിനെ വിളിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് ഞാൻ പാപിയാണ്, എന്നെ അകന്നു പോകണമേ. പൗലോസിനെ വിളിച്ചപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. Therefore അല്ലെ സോ ദാറ്റ്. നമ്മൾ പറയും കുറവുകളുള്ളവരെയാണ് ദൈവം വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് ഒരു ജോലിക്ക് വേണ്ടി ഒരാളെ വിളിക്കാമെന്ന് കരുതുക. പണിക്ക് വേണ്ടി ഒരാളെ വിളിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെ വീട്ടിൽ ജോലിക്ക് വിളിക്കുമ്പോൾ കുറവുകളുള്ള ആളെയാണോ നല്ല കഴിവുള്ള പണിക്കാരെയാണോ നമ്മൾ വിളിക്കുക? പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മൾ നല്ല കഴിവുള്ള നല്ല ബെസ്റ്റ് ആൾക്കാരെയാണ് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിലും നമ്മൾ ജോലിക്കൊക്കെ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ ഓരോ ദൗത്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമ്പോൾ ചിലപ്പോൾ ഇടവകയിൽ കൈക്കാരനാകാൻ വേണ്ടി ആയിരിക്കാം, ചിലപ്പോൾ KCYM-ന്റെ അതിൻ്റെ ഒരു യൂത്ത് ലീഡർ ആകാനായിരിക്കാം, ചിലപ്പോൾ CML-ൻ്റെയോ അല്ലെങ്കിൽ CLC-യുടെയോ ഒരു പ്രസിഡന്റോ അല്ലെങ്കിൽ ഇടവകയുടെ ഒരു സെക്രട്ടറിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാർഡിൻ്റെ ലീഡറോ, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് വിളിക്കാം. ചിലപ്പോൾ ഒരു ശുശ്രൂഷ ജീവിതത്തിലാണെങ്കിൽ ഗാന ശുശ്രൂഷകനായിട്ടാകാം, വചനപ്രഘോഷകനായിട്ടാകാം, ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കുന്ന ആളായിട്ടാകാം. അങ്ങനെ ഒരുപാട് ദൗത്യങ്ങൾക്ക് വേണ്ടി കർത്താവ് നമ്മളെ വിളിക്കുക. അതുപോലെ തന്നെ വൈദിക ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക്, സമർപ്പണ ജീവിതത്തിലേക്കൊക്കെ ദൈവം വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. കുറവുകളുള്ളവരാണെന്നൊക്കെ ശരി തന്നെ, എന്നാൽ ദൈവം ശരിക്കും നല്ല കഴിവുള്ളവരെ സെലക്ട് ചെയ്ത് വിളിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഒരു പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഷോക്കായിട്ട് തോന്നും. ഇതുവരെയുള്ള ധാരണകൾ തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യൻ എപ്പോഴും കുറവ് കാണുന്നവനാണ്. മനുഷ്യൻ എപ്പോഴും പോരായ്മ കണ്ടുപിടിക്കുന്നവനാണ്. മനുഷ്യൻ എപ്പോഴും തൻ്റെ തന്നെ കുറവുകളിലേക്ക് നോക്കി നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും, എനിക്ക് കഴിവില്ല, എനിക്കിത് ചെയ്യാൻ പറ്റുകയില്ല, എനിക്ക് ദൈവം വിളിച്ചിട്ടില്ല, ഇതെനിക്ക് പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക എന്നുള്ളത് ബൈബിളിൻ്റെ വെളിച്ചത്ത് തന്നെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ പഠിക്കണം. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെയും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങളെയും നോക്കി കാണാൻ പഠിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യം കിട്ടാൻ 1-2 വചനങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അതിന് 35-ാമത്തെ തിരുവചനം. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 35. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന്
പാകമായിരിക്കുന്നു. ഓരോ വചനവും നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലവും കൂടി നമ്മളിന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, അപ്പസ്തോലന്മാര് ഈശോയ്ക്ക് വേണ്ടി ഭക്ഷണം മേടിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. യേശു സമരിയാക്കാരോട് സംസാരിച്ച് കഴിഞ്ഞു. അങ്ങനെ അപ്പസ്തോലന്മാർ തിരിച്ചു വന്നപ്പോൾ ഈശോയുമായിട്ട് സംസാരം നടക്കുകയാണ്. അതിന് മുകളിൽ അത് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ചിന്തിക്കണം. ഈശോ ഒരു ചോദ്യം ചോദിച്ചു കാണും. എന്താണ് ചോദ്യം? ആ പാടത്തേക്ക് നോക്കി, ആ നെൽപ്പാടത്തേക്ക് അല്ലെങ്കിൽ ഗോതമ്പ് പാടത്തേക്ക് നോക്കിയിട്ട് ഈശോ ചോദിച്ചു കാണണം, ഇത് ഇനി എത്ര നാൾ എടുക്കും ഇത് കൊയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ അപ്പസ്തോലന്മാർ തീർച്ചയായിട്ടും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഏകദേശം ഒരു 4 മാസം കൂടി എന്തായാലും എടുക്കും. ഉടനെ ഈശോ അവർ പറഞ്ഞ ആ സെന്റൻസ് ബൈബിളിൽ എഴുതിയിട്ടില്ലെങ്കിലും അതിനൊരു മറുപടിയായിട്ട് കർത്താവ് പറയാണ്, നിങ്ങൾ പറയുന്നു 4 മാസം കൂടിയുണ്ട് വിളവെടുപ്പെടുന്നത്, എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയാ. എന്റെ സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് അപ്പസ്തോലന്മാര് നോക്കുമ്പോൾ ഇനി 4 മാസം കൊണ്ട് എടുക്കും കൊയ്യാൻ വേണ്ടിയിട്ട്? ഈശോ നോക്കുമ്പോൾ ഓൾറെഡി കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? അതിന് കാരണം ഇപ്പോൾ വായിച്ച വചനഭാഗത്ത് തന്നെ കിടക്കുന്നുണ്ട്. അതിതാണ് സഹോദരങ്ങളെ, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കുവിൻ എന്നാണ് ഈശോ പറയുന്നത്. കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കുവിൻ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഈശോയുടെ നോട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ബൈബിളിൽ കണ്ണുകൾ ഉയർത്തി നോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കാലത്തിനപ്പുറത്തേക്കൊരു നോട്ടമാണ്, കാലഘട്ടത്തിനപ്പുറത്തേക്കൊരു നോട്ടമാണ്, ഇന്നിൽ നിന്ന് നാളെയിലേക്കൊരു നോട്ടമാണ്, കാലാന്തരത്തിന് അപ്പുറത്തേക്കുള്ളൊരു നോട്ടമാണ് കണ്ണുകൾ ഉയർത്തിയുള്ള നോട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ ഈശോ ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ഈശോ കാണുന്നത് അവ വിളഞ്ഞ് കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞ ഹല്ലേലൂയാ. മറ്റൊരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിന്റെ 41-ാം തിരുവചനത്തിലാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 11 വേഴ്സ് 41. അതിനെ വെളിപ്പെടുത്താണ്, യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്താണ് ഈ വചനത്തിന്റെ പശ്ചാത്തലം? ലാസർ മരിച്ചിട്ട് ദിവസം 4 ഈശോ അവിടെ എത്തിച്ചേർന്നു. ആൾക്കാരെല്ലാം പറഞ്ഞു, കർത്താവേ, ആ കല്ലെടുത്ത് മാറ്റുന്ന മണ്ടത്തരമാകും, അബദ്ധമാകും. കാരണം 4 ദിവസമായി ചീഞ്ഞഴുകാൻ തുടങ്ങിയിട്ടുണ്ട്, നാറ്റം ഉണ്ടാകും. ഉടനെ യേശു ഇങ്ങനെ കണ്ണുയർത്തി നോക്കി. യേശു കണ്ണുയർത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നാ? മരിച്ചിട്ട് ചീഞ്ഞഴുകിയ ലാസറിനെ അല്ല ഈശോ കാണുന്നത്. യേശു ഇങ്ങനെ കണ്ണുയർത്തി നോക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, മരിച്ചതിന് ശേഷം ഉത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ നിൽക്കുന്ന ലാസറിനെയാണ് യേശു നോക്കുമ്പോൾ കാണുന്നത്. പറഞ്ഞു ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ ഇതുപോലെ ഒരുപാട് സൂചനകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിന് 5-ാമത്തെ തിരുവചനം, യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനാവലി തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ലൂക്കായുടെ വിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 16-ാം തിരുവചനം, അപ്പോൾ അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പശ്ചാത്തലം നിങ്ങൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ ആകെ 5 അപ്പം 2 മീനുള്ളൂ. ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കർത്താവ് പറയാണ്, ഈ 5 അപ്പം 2 മീനും കൂടെ അച്ചാറ് പോലെ ഒന്ന് തൊട്ട് കൂട്ടാൻ പോലും അത്ര ആൾക്കാർക്ക് തികയല്ല. ശിഷ്യന്മാർ ഭയങ്കര ഒരു പ്രത്യേക അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ യേശു ഈ അപ്പം ഇങ്ങനെ എടുത്തിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ കണ്ണുകൾ ഉയർന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്നാന്നറിയാവോ? ഈശോ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ ബാക്കി ഇരിക്കുന്നതാണ് ഈശോ നോക്കുമ്പോൾ കണ്ടത്. പറഞ്ഞു ഹല്ലേലൂയാ. അതാണ് കണ്ണുകൾ ഉയർത്തി നോക്കുക. അപ്പൊ ബൈബിളിൽ ദൈവത്തിന്റെ നോട്ടം എന്ന് പറയുന്നത് അവൻ കണ്ണുയർത്തി നോക്കുന്ന ദൈവമാണ്. ഇനി പഴയ നിയമത്തിൽ ബൈബിളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളോടും കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ കണ്ണുയർത്തി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുവചനം, ജനേസിസ് ചാപ്റ്റർ 13 വേഴ്സ് 14, അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തലയുയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. ഹല്ലേലൂയാ. അബ്രാഹത്തോട് കർത്താവ് പറയാണ്, നീ തലയുയർത്തി, നീ കണ്ണുയർത്തി വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നീ നോക്കുക. നീ എത്രമാത്രം നോക്കി കാണുന്നോ അത്രയും ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയാ. അവൻ നോക്കിയേ, ബൈബിളിൽ കർത്താവ് നോക്കുന്ന നോട്ടം കണ്ണുയർത്തിയുള്ള നോട്ടം. ബൈബിളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ വ്യക്തികളോടും
കർത്താവ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ കണ്ണുയർത്തിയാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. നല്ല മറ്റൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം. ജോഷുവയുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനമാണ്. ജെറിക്കോയെ സമീപിച്ചപ്പോൾ ജോഷുവ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായി അതാ ഒരു മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിന്റെ പശ്ചാത്തലം? ജെറിക്കോ കോട്ട കീഴടക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം ജോഷുവയുടെ നേതൃത്വത്തിൽ പുറപ്പാട് ആരംഭിച്ചു. ആ ജെറിക്കോ കോട്ടയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ആ കോട്ടയുടെ വലിപ്പവും അധികായന്മാരായ ജെറിക്കോ കോട്ടയ്ക്കുള്ള മല്ലന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ ജനം നടുങ്ങി വിറച്ച് ഭയന്ന് വിറച്ച് അസ്ത്രപ്രജ്ഞരായി ഒരു പ്രത്യേക അവസ്ഥയിലാക്കാണ്. തെരഞ്ഞെടുപ്പെട്ട കാഴ്ചപ്പാടിൽ ജോഷുവ ചെയ്തതിന്റെ പ്രവൃത്തി കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് ഈ കോട്ടയല്ല, കോട്ട തകർക്കാൻ വേണ്ടി ദൈവത്തിന്റെ സൈന്യാധിപൻ കോട്ടയ്ക്ക് മുകളിൽ നിൽക്കുന്നതാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് സഹോദരങ്ങൾ, കണ്ണുയർത്തി കാണാൻ വേണ്ടി പഠിക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ബലഹീനതകളുണ്ട്. ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ട്. ലോകദൃഷ്ടിയിൽ അവഗണിക്കപ്പെട്ടവരെയും നിസ്സാരരായവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്, സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ, അത് സത്യം തന്നെ. എന്നാൽ നമ്മളെ ദൈവം നോക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ നോക്കി കാണാൻ പഠിക്കണം. മറ്റുള്ളവരെ അങ്ങനെ നോക്കി കാണാൻ നമ്മുടെ ജീവിതം കൊണ്ട് പഠിക്കണം. അപ്പൊ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, സമൂഹത്തിൽ സമാധാനം ഉണ്ടാവും. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 41-42 തിരുവചനങ്ങൾ. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. പറഞ്ഞു ഹല്ലേലൂയ. ആ വചനത്തിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് സ്നാപക യോഹന്നാന്റെ കൂടെ 2 ശിഷ്യന്മാർ നിൽക്കുകയാണ്. അപ്പോൾ ഈശോ നടന്നു പോവാണ്. ഒന്നെ സ്നാപയോന പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒന്നെ 2 ശിഷ്യന്മാർ ഈശോയുടെ പിന്നാലെ പോയി. ആ നടന്നു പോയത് ഈശോയാണെന്ന് നമുക്കറിയാം. അതിലൊരാളുടെ പേരാണ് അന്ത്രയോസ്. കർത്താവിനോട് താമസിച്ച് വലിയ ദൈവാനുഭവം സ്വന്തമാക്കി. എന്നിട്ട് അന്ത്രയോസിലേക്ക നേരെ സഹോദരൻ ശിമയോന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ശിമയോൻ വേഗം വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഞങ്ങൾ മിശിഹായെ കണ്ടു, ക്രിസ്തുവിനെ കൊണ്ടു എന്ന് പറഞ്ഞ് പത്രോസിനെ ശിമയോനെ കർത്താവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈശോയും പത്രോസിലേയും തമ്മിൽ കണ്ടുമുട്ടുന്ന ആദ്യത്തെ രംഗമാണ്. അപ്പോൾ ഈശോ ആദ്യമായിട്ട് പത്രോസിനെ കാണുകയാണ്. കണ്ട ഉടനെ പത്രോസിനെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞ സന്ദേശം എന്താ സഹോദരങ്ങളെ? നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. പറഞ്ഞു ഹല്ലേലൂയാ. അപ്പൊ യേശു കണ്ണുയർത്തി ശിമയോനെ നോക്കിയപ്പോൾ കണ്ടത് ശിമയോന്റെ ഉളുമ്പനാറ്റം അല്ല, ശിമയോന്റെ കുറവല്ല. ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഇവൻ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്നുള്ളതല്ല. Praise the Lord. Praise the Lord. ഈശോ ശിമയോനെ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്നറിയോ? 3 വർഷങ്ങൾക്ക് ശേഷം സഭയിലെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് ഈ ശിമയോൻ ഇരിക്കുന്നതാണ് കർത്താവ് കാണുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ നീ കേപ്പ പാറ എന്ന് വിളിക്കപ്പെടും, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. പറഞ്ഞു ഹല്ലേലൂയാ. അപ്പോ ദൈവം കഴിവ് കണ്ടിട്ടാണ്, കുറവ് കണ്ടിട്ടാണ് വിളിക്കുന്നത്. കുറവുകളുള്ള മനുഷ്യരാണെന്ന് ശരിയാണ്, പക്ഷേ ഇന്നത്തെ നിന്റെ കുറവല്ല, നാളത്തെ നിന്റെ കഴിവ് കണ്ടിട്ടാണ് ദൈവം വിളിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിന്റെ കുറവുകളെ ഓർത്ത് നീ നിരാശപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബൈബിളിൽ വളരെ കറക്റ്റ് ആയിട്ട് ഉദാഹരണങ്ങളുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 11-12 തിരുവചനങ്ങൾ. നല്ല വചനമാണത്. അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് അബിയേസർ വംശജനായ യോവാഷിന്റെ ഓക്ക് മരത്തിന് കീഴിലിരുന്നു. യോവാഷിന്റെ പുത്രൻ ഗിദെയോൻ മിദിയാൻകാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരി ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പശ്ചാത്തലം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പശ്ചാത്തലം ഇതാണ്. അതായത് മിദിയാൻകാരുടെ അടിമത്തത്തിൽ ഇസ്രായേൽക്കാർ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിദിയാൻകാര് കണ്ടു കഴിഞ്ഞാൽ ഗിദെയോനെ പിടിച്ചോണ്ട് പോകും. കാരണം സൈന്യത്തെ ചേർക്കണം, പിന്നെ പട്ടാളത്തിൽ, അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെ പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് മിദിയാൻകാരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്തിരിച്ചക്കിന്റെ അകത്ത് കയറി ഇരുന്ന് ഗോതമ്പ് മെതിക്കുക. ആരും കാണാൻ അങ്ങനെ ഒളിഞ്ഞിരിക്കുക. അങ്ങനെ അത്രയ്ക്ക് പേടിത്തൊണ്ടനാണ്, അത്രയ്ക്ക് ഭീരത്തുള്ള ആളാണ്.
അവന്റെ അടുത്തേക്ക് കർത്താവിന്റെ ദൂതൻ വരിക. ബാക്കി നമുക്ക് കേൾക്കാം. കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു കോൺട്രഡിക്ഷനാണ്! ഇത്രയും പേടിച്ച് മുന്തിരിച്ചക്കൻ അകത്ത് കയറുന്ന ഗോതമ്പ് മേടിക്കുന്ന ഭീരുവായ ഗിദയോനെ ദൈവം സംബോധന ചെയ്യുന്ന കേട്ടോ. അല്ലയോ ധീരനും ശക്തനുമായ മനുഷ്യ. അടുത്ത രംഗത്ത് കാണുന്നതെന്നറിയോ? ഈ ഗിദയോൻ അങ്ങോട്ട് പോയിട്ട് വിജയ ഭേരി മുഴക്കി കയ്യിൽ കൊടിയുമായി തിരിച്ചു വരുന്ന ഗിദയോനെ കാണുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഗിദയോന്റെ ഭീരുത്വം കണ്ടിട്ടാണോ, ഗിദയോന്റെ ധൈര്യം കണ്ടിട്ടാണോ ദൈവം വിളിച്ചത്? Praise the Lord. Praise the Lord. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിലും, സമർപ്പണ ജീവൻ നയിക്കുന്നവരാണെങ്കിലും, വൈദിക ജീവൻ നയിക്കുന്നവരാണെങ്കിലും, ജീവിതത്തിൽ ഒരുപാട് ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് വിളിക്കുന്നത്. അതുകൊണ്ട് കുറവുകൾ ഓർത്ത് നിരാശപ്പെടരുത്. ദൈവം എന്തോ കണ്ടിട്ടാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം എന്തോ കണ്ടിട്ടാണ് നിന്നെ ഇതിനകത്ത് തെരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്നത്. Praise the Lord. Praise the Lord. അതാണ് എഫേസ്യോസ് 1:11. തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഒന്നും കാണാതെ അല്ല ദൈവം ഇത് ചെയ്യുന്നത്. Praise the Lord. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുറവുകളോർത്ത് നിരാശപ്പെടരുത്. എല്ലാത്തിനോർത്തും നന്ദി പറയുക. കർത്താവ് കാണുന്നത് പോലെ നമ്മളെ കാണാനും, കർത്താവ് കാണുന്ന പോലെ നമുക്ക് ചുറ്റുമുള്ളവരെ കാണാനും കർത്താവ് ഈ ആരാധന സമയത്ത് കണ്ണുകൾ തുറന്ന് ഒരു കൃപ തരട്ടെ. ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയവും മനസ്സും എല്ലാം നമുക്ക് തുറക്കാം. ദൈവമേ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഞങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കി ഒരുപാട് നിരാശപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊരു ജീവിതമാണ്, ഒരു പാഴ് ജീവിതമാണ്. ദൈവമേ, എന്തിന് ഞാൻ ജനിച്ചതെന്ന് പോലും പലപ്പോഴും സങ്കടപ്പെട്ടിട്ടുണ്ട്. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ മാപ്പ് ചോദിക്കുക. ദൈവമേ, ഞങ്ങൾക്ക് കൃപ തരണം. ദൈവമേ, അവിടുന്ന് എത്രയോ സ്നേഹത്തോടെ ഞങ്ങളെ നോക്കുന്നു, അവിടുന്ന് എത്ര കരുതലോടെ ഞങ്ങളെ കാണുന്നു, അവിടുന്ന് എത്രയോ കാര്യങ്ങൾ കണ്ടു ഞങ്ങളിൽ. ദൈവമേ, ഇല്ലാത്ത അപ്പത്തെ ഓർത്ത് പരാതി പറയാതെ ഉള്ള അപ്പത്തെ ഓർത്ത് നന്ദി പറഞ്ഞപ്പോൾ അവിടുന്ന് വർദ്ധിപ്പിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇതുപോലെ കാണാൻ ഒരു കൃപ തരണം. ഇങ്ങനെ ഞങ്ങളെ തന്നെ മനസ്സിലാക്കാൻ കൃപ തരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ദൈവമേ, ഈ ആശീർവാദത്തിന്റെ സമയത്ത് ദൈവമേ, ഓരോ വ്യക്തികളുടെ കൃപ ചൊരിയണമേ, വലിയ അഭിഷേകം നൽകണമേ, വലിയ ശക്തി നൽകണമേ. കൈകൾ ഉയർത്തി വിളിക്കുന്ന ഈശോ കാണുന്നത് പോലെ കാണാൻ കൃപ തൂകണമേ. ഈശോ കാണുന്ന പോലെ മറ്റുള്ളവരെ കാണാൻ കൃപ ചൊരിയണമേ.